പോൾക്കിൻ്റെ ഒരു 5.0 പാക്കേജാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്. എന്നാൽ നിങ്ങൾ വേറെ എങ്ങോട്ടും പോകണ്ട, ഞങ്ങളുടെ സ്റ്റോക്ക് ഉണ്ട്. പോൾക്കിൻ്റെ ഫ്യൂഷൻ സീരീസിലുള്ള ടവർ സ്പീക്കർ, സെൻട്രൽ സ്പീക്കർ, സറൗണ്ടിങ് സ്പീക്കർ. പോൾക്കിൻ്റെ ഒരു എൻട്രി ലെവൽ 5.0 പാക്കേജാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പോണത്. ഇതൊരു എൻട്രി ലെവൽ 5.0 പാക്കേജ് ആയതുകൊണ്ട് തന്നെ ലിവിംഗ് റൂം കൺസെപ്റ്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ സമയത്ത് ഒരു തിയേറ്റർ പർപ്പസിന് പറ്റിയ മോഡലാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏരിയ കുറവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മോഡൽ യൂസ് ചെയ്യുക. അല്ലാത്ത പക്ഷം പോൾക്കിൻ്റെ തന്നെ കുറച്ചുകൂടി കൂടിയ സീരീസിലുള്ള മോണിറ്റർ സീരീസോ, സിഗ്നേച്ചർ സീരീസോ, ലെജൻഡ് സീരീസൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇനി സ്പീക്കേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്യുവർ ബ്ലാക്കിൽ വുഡൻ ടെക്സ്റ്ററോട് കൂടിയാണ് ഈ ഒരു 5 സ്പീക്കറുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ആദ്യം ഈ ഒരു ടവർ സ്പീക്കർ പരിചയപ്പെടാം. പോൾക്കിൻ്റെ ഫ്യൂഷൻ സീരീസിലുള്ള T50 എന്ന് പറയുന്ന മോഡലാണ് നമ്മൾ ഈ കാണുന്ന ടവർ സ്പീക്കർ. ഇതൊരു 2-വേ ടവർ സ്പീക്കറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കും, ഇതിൽ ഡ്രൈവുകൾ കൂടുതൽ വരുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണിത് 2-വേ ടവർ സ്പീക്കർ എന്ന് പറയണതെന്ന്. അതിനുള്ള കാരണം 2 പാസീവ് റേഡിയേറ്ററാണ് താഴെ വന്നേക്കുന്നത്. ഒരു വൂഫറും ഒരു ട്വീറ്ററുമാണ് ഈ ഒരു മോഡലിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു 2-വേ ടവർ സ്പീക്കറാണ്. 1 ഇഞ്ചിൻ്റെ ട്വീറ്ററും 6.5 ഇഞ്ചിൻ്റെ വൂഫറും 6.5 ഇഞ്ചിൻ്റെ തന്നെ 2 പാസീവ് റേഡിയേറ്ററുമാണ് നിങ്ങൾ ഈ കാണുന്നത്. നമുക്ക് ഇത്തരത്തിൽ 2 പാസീവ് റേഡിയേറ്റർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിതിൽ എയർ റിഫ്ലക്ഷൻ ഹോള് കാണാനായിട്ട് സാധിക്കില്ല. അതിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം നല്ല രീതിയിലുള്ള ബേസ് എഫക്റ്റ് നമുക്ക് ഈ 2 പാസീവ് റേഡിയേറ്ററിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. ബനാന പ്ലഗ് കണക്ട് ചെയ്യണ ആ ഒരു പോർട്ടും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു ടവർ സ്പീക്കറിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ 38 ഹെഡ്സ് മുതൽ 24,000 ഹെഡ്സ് വരെയാണ്. സെൻസിറ്റിവിറ്റി 90 dB. മാക്സിമം ഇൻപുട്ട് പവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 150 വാട്ട്സ് ആണ്. 150 വാട്ട്സ് വരെയുള്ള റിസീവറുകളിൽ നമുക്ക് ഈ ഒരു ടവർ സ്പീക്കർ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു ടവർ സ്പീക്കറിൻ്റെ ഡയമെൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് വന്നേക്കുന്നത് 36.5 ഇഞ്ചും വിത്ത് വന്നേക്കുന്നത് 9.25 ഇഞ്ചും ഡെപ്ത് വന്നേക്കുന്നത് 8.75 ഇഞ്ചുമാണ്. വെയിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9.23 കിലോയാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. സിംഗിൾ യൂണിറ്റിൻ്റെ വെയിറ്റ് ആണ് ഞാൻ പറഞ്ഞത്. പ്രൈസിലേക്ക് കടന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ 31,000 രൂപയാണ് ടവർ സ്പീക്കർ. ഈ ഒരു പെയർ ടവർ സ്പീക്കറിൻ്റെ MRP വരുന്നത്. MRP ആണ് പറഞ്ഞത്. ഇനി നമുക്ക് സെൻട്രൽ സ്പീക്കർ പരിചയപ്പെടാം. ഫ്യൂഷൻ സീരീസിലുള്ള T30 എന്നാണ് മോഡൽ വരുന്നത്. ഇതൊരു 3-വേ സ്പീക്കറാണ് വരുന്നത്. 2 വൂഫറും ഒരു ട്വീറ്ററും നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. 6.25 ഇഞ്ചിൻ്റെ 2 വൂഫറും 1 ഇഞ്ചിൻ്റെ ഒരു ട്വീറ്ററുമാണ് നമുക്ക് ഈ ഒരു മോഡലിൽ വരുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് എയർ ഹോളിൻ്റെ ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഫ്രീക്വൻസി റെസ്പോൺസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 55 ഹെഡ്സ് മുതൽ 24,000 ഹെഡ്സ് വരെയാണ് വന്നേക്കുന്നത്. സെൻസിറ്റിവിറ്റി 90 dB. മാക്സിമം ഇൻപുട്ട് പവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 വാട്ട്സ് ആണ് വരുന്നത്. ഡയമെൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് വന്നേക്കുന്നത് 6.5 ഇഞ്ചും വിത്ത് വന്നേക്കുന്നത് 90 ഇഞ്ചും ഡെപ്ത് വന്നേക്കുന്നത് 8.5 ഇഞ്ചുമാണ് വരുന്നത്. പ്രൈസ് നോക്കുകയാണെങ്കിൽ T30 എന്ന് പറയുന്ന ഈ ഒരു മോഡലിൻ്റെ പ്രൈസ് വരുന്നത് 14,500 ആണ്. MRP ആണ് പറഞ്ഞത്. ഇനി നമുക്ക് സറൗണ്ടിങ് സ്പീക്കർ പരിചയപ്പെടാം. T50 എന്നാണ് മോഡൽ വരുന്നത്. ഇതൊരു 2-വേ സ്പീക്കറാണ് വരുന്നത്. ഒരു വൂഫറും ഒരു ട്വീറ്ററും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. 5.25 ഇഞ്ചിൻ്റെ വൂഫറും 1 ഇഞ്ചിൻ്റെ സിൽക്ക് ഡോം ട്വീറ്ററുമാണ് ഇതിൽ വന്നേക്കുന്നത്. നമ്മൾ ഈ പരിചയപ്പെട്ട 5 സ്പീക്കറിലും ഈ സെയിം ട്വീറ്റർ തന്നെയാണ് വരുന്നത്. ഫ്രണ്ടിലായിട്ട് സെൻട്രലായിട്ടാണ് നമുക്ക് ആ ഒരു എയർ ഹോൾ വരുന്നത്, എയർ റിഫ്ലക്ഷൻ ഹോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഹാങ് ചെയ്തിടുന്നതിനോ അല്ലെങ്കിൽ ചുമരിനോട് ചേർത്ത് വെക്കുന്നതിനോ വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഫ്രീക്വൻസി റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ 45 ഹെഡ്സ് മുതൽ 24,000 ഹെഡ്സ് വരെയാണ്. സെൻസിറ്റിവിറ്റി 89 dB. മാക്സിമം ഇൻപുട്ട് പവർ 100 വാട്ട്സ്. ഇനി ഈ ഒരു മോഡലിൻ്റെ ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ, ഈ ഒരു സ്പീക്കറിൻ്റെ ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ ഹൈറ്റ് വന്നേക്കുന്നത് 10.63 ഇഞ്ചും വിത്ത് വന്നേക്കുന്നത് 6.5 ഇഞ്ചും ഡെപ്ത് വന്നേക്കുന്നത് 7.25 ഇഞ്ചുമാണ്. പ്രൈസ് നോക്കുകയാണെങ്കിൽ 14,500 ആണ് ഈ 2 സറൗണ്ടിങ് സ്പീക്കറിൻ്റെയും ഈ ഒരു പെയറിൻ്റെ MRP വരുന്നത്. MRP ആണ് പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞ 5 സ്പീക്കറുകളുടെയും മെയിനായിട്ട് മെൻഷൻ ചെയ്തത് MRP ആണ്. വ്യക്തമായിട്ടുള്ള ഡിസ്കൗണ്ട് കാര്യങ്ങളുണ്ടാകും. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ, ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഒരു പാക്കേജിനെ പറ്റി കൂടുതലായിട്ട് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഞാനിപ്പോൾ ഈ പറഞ്ഞത് 5.0 എന്ന് പറഞ്ഞ പാക്കേജാണ്. ഇതിന് പറ്റിയ സബ് വൂഫർ, ഇതിന് പറ്റിയ AVRും ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഇതെല്ലാനും കൂടി നമുക്ക് നല്ലൊരു കോംബോ പ്രൈസിൽ നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കും. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ സൈനിങ് ഓഫ്, ബൈ.